കൊട്ടാരത്തിലെ ആന. പണ്ട് പണ്ട് ഒരു രാജകൊട്ടാരത്തിൽ ഒരു രാജകീയ ആന താമസിക്കുന്നുണ്ടായിരുന്നു. രാജാവിന് ആ ആനയെ വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആ ആനയ്ക്ക് രാജകീയ ഭക്ഷണവും പരിചരണവുമാണ് ലഭിച്ചിരുന്നത്. ആനപ്പന്തയുടെ അടുത്തുള്ള ഒരു കൂട്ടിൽ ഒരു നായയുണ്ടായിരുന്നു. അത് ക്ഷീണിച്ച് എല്ലും തോലുമായിരുന്നു. കൊട്ടാരത്തിലെ ആനയ്ക്ക് കൊടുക്കുന്ന ശർക്കര ചോറിന്റെ മണം നായയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം നായയ്ക്ക് ആ ചോറിന്റെ മണം കേട്ടിട്ട് ഇരിപ്പുറച്ചില്ല. അതൊരു വിധത്തിൽ ആനപ്പന്തിയിലേക്ക് നുഴഞ്ഞു കയറി. ആനയുടെ വായിൽ നിന്നും താഴെ വീണ ശർക്കര ചോറ് അത് കഴിച്ചു നോക്കി. അതിന് ആ ചോറ് വളരെ ഇഷ്ടമായി. പിന്നീട് എല്ലാ ദിവസവും നായ ചോറ് തിന്നാനായി വരാൻ തുടങ്ങി. സ്വാദിഷ്ടമായ ശർക്കരച്ചോറ് ആസ്വദിച്ച് കഴിക്കുന്ന തിരക്കിനിടയിൽ ആന ഇക്കാര്യം ശ്രദ്ധിച്ചതുമില്ല. പതുക്കെ പതുക്കെ ആനയുടെ ചോറ് കഴിച്ച് കഴിച്ച് നായ തടിച്ചു കൊഴുക്കാൻ തുടങ്ങി. ഇക്കാര്യം ആനയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആനയ്ക്ക് നായയുടെ സാന്നിധ്യം വളരെ ഇഷ്ടമായി. ആന സന്തോഷപൂർവ്വം നായയ്ക്ക് ചോറ് കൊടുക്കാൻ തുടങ്ങി. രണ്ടുപേരും ഒത്തൊരുമിച്ച് കളിച്ചു നടന്ന് അവർ നല്ല ചങ്ങാതിമാരായി മാറി. ഊണിലും ഉറക്കത്തിലും കളിയിലുമെല്ലാം അവരെപ്പോഴും ഒന്നായിരുന്നു. പരസ്പരം കണ്ടില്ലെങ്കിൽ രണ്ടിനും വിഷമം തോന്നുമെന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറിയ രണ്ടുപേർക്കും പിരിയാൻ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. ഒരു ദിവസം ഈ കാഴ്ച കണ്ട ഒരാൾ ആനപ്പാപ്പാനോട് ചോദിച്ചു, ആ നായയെ എനിക്ക് തരാമോ? അതിന് ഞാൻ എന്ത് വില തരണം? നായ ആനപ്പാപ്പന്റെ സ്വന്തമല്ല. എന്നിട്ട് പോലും അയാൾ അതിനെ വിറ്റ് പണം വാങ്ങിച്ചു. നായയെ വാങ്ങിച്ചയാൾ അയാളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു. ആ ഗ്രാമം ഒരുപാട് ദൂരെയായിരുന്നു. ഈ സംഭവത്തിന് ശേഷം കൊട്ടാരത്തിലെ ആന വളരെ സങ്കടത്തിലായി. സുഹൃത്തിനെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അതെല്ലാം ഉപേക്ഷിക്കാൻ തുടങ്ങി. കൂട്ടുകാരനില്ലാതെ അതിനൊന്നും ചെയ്യാൻ ഇഷ്ടമല്ലായിരുന്നു. ആന അതിനുശേഷം വെള്ളം കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം നിർത്തിക്കളഞ്ഞു. ഒടുവിൽ ആനപ്പാപ്പാൻ ഈ കാര്യങ്ങളെല്ലാം രാജാവിനെ ധരിപ്പിച്ചു. പക്ഷെ അയാൾ നായയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. രാജാവിന് അതിബുദ്ധിമാനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. മൃഗങ്ങളെ മനസ്സിലാക്കാൻ മന്ത്രി മിടുക്കനായിരുന്നു. രാജാവ് മന്ത്രിയോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, ആനപ്പന്തിയിലേക്ക് ചെന്ന് ആനയുടെ ഈ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുക. ബുദ്ധിമാനായ മന്ത്രി നേരെ ആനപ്പന്തിയിലേക്ക് ചെന്നു. ആന വളരെയധികം വിഷാദത്തോടെ ഇരിക്കുന്നത് മന്ത്രി കണ്ടു. ആനയെ കണ്ടതിന് ശേഷം മന്ത്രി ആനപ്പാപ്പാനോട് ചോദിച്ചു, ആനയുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല, പിന്നെന്തിനാ ഇത്ര വിഷമിക്കുന്നേ? ഈ ആനയ്ക്ക് വിഷാദ രോഗം ബാധിച്ചിട്ടുണ്ട്. മിക്കവാറും അതിന് അടുത്ത കൂട്ടുകാരന് നഷ്ടപ്പെട്ടിരിക്കും. ഈ ആനയ്ക്ക് വളരെ അടുത്ത ചങ്ങാതിമാരാരെങ്കിലും ഉണ്ടായിരുന്നോ? ഈ ആനയോടൊപ്പം ഊണിലും ഉറക്കത്തിലും കളിയിലും വിട്ടുപിരിയാത്ത ഒരു നായ ഉണ്ടായിരുന്നു. ഏതോ ഒരു അപരിചിത 3 ദിവസം മുമ്പ് ആ നായയെ കൊണ്ടുപോയി. എവിടെയാ നായ? എനിക്കറിയില്ല. മഹാരാജാവേ, അങ്ങ് എന്റെ അഭിപ്രായം ചോദിച്ചിരുന്നല്ലോ. കൊട്ടാരത്തിലെ ആനയ്ക്ക് യാതൊരു അസുഖവുമില്ല. അതിന്റെ അടുത്ത ചങ്ങാതിയായ നായയെ നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖമാ അതിന്. ആ നായ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാമോ? ആനപ്പാപ്പാൻ പറഞ്ഞതനുസരിച്ച് ഒരു അപരിചിതൻ നായയെ കൊണ്ടുപോയത്രേ. പക്ഷെ ഇപ്പോൾ അത് എവിടെയുണ്ടെന്ന് അയാൾക്കറിയില്ല. ആനയുടെ ചങ്ങാതിയെ കൂട്ടിക്കൊണ്ടുവന്ന് അതിനെ സന്തോഷിപ്പിക്കാനായെങ്കിൽ ഉത്തരവിട്ടാലും മഹാരാജൻ, കൊട്ടാരത്തിലെ നായയെ കൊണ്ടുപോയവർക്ക് തക്ക ശിക്ഷ കൊടുക്കണം. അതാണ് ഒരു മാർഗം. പിന്നെ ആരും ആവർത്തിക്കില്ല. മാന്യമഹാജനങ്ങളെ, ഒരറിയിപ്പുണ്ട്.
കൊട്ടാരത്തിലെ ആനപ്പന്തിയിൽ കഴിഞ്ഞിരുന്ന നായയെ പിടിച്ചുകൊണ്ടുപോയി വളർത്തുന്നതാരായാലും അവർക്ക് തക്ക ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. വിളംബരം കേട്ടതും നായയെ വാങ്ങിക്കൊണ്ടുപോയ ആൾ പേടിച്ചു വിറച്ച് ആ നായയുടെ കെട്ടഴിച്ചു വിട്ടു. കെട്ടഴിച്ചു വിട്ട ഉടനെ നായ സർവ്വശക്തിയും സംഭരിച്ച് കൊട്ടാരത്തിലെ ആനപ്പന്തിയിലേക്ക് ഓടി. നായയെ കണ്ടതും ആന വളരെയധികം സന്തോഷിച്ചു. നായയെ മുതുകിലേറ്റി ആന സന്തോഷം പ്രകടിപ്പിച്ചു. നായ അരികിലെത്തിയതും ആനയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. സന്തോഷം തുളുമ്പുന്ന ആനയെ കണ്ടപ്പോഴാണ് രാജാവിനും സമാധാനമായത്. ബുദ്ധിപൂർവം നീതി നടപ്പാക്കിയ മന്ത്രിക്ക് തക്ക പാരിതോഷികങ്ങൾ ലഭിച്ചു. അതിനുശേഷം ആ നായയും ആനയും കൂട്ടുകാരായി സന്തോഷത്തോടെ ജീവിച്ചു വന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആനയും നായയും എത്ര നല്ല സുഹൃത്തുക്കളാണെന്ന് കണ്ടില്ലേ? അതാണ് സൗഹൃദം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കാവുന്ന അമൂല്യ ബന്ധമാണ് സൗഹൃദം. ഈ കഥയുടെ സാരം യഥാർത്ഥ സുഹൃത്തുക്കളെ ഒരിക്കലും വേർപിരിക്കാനാവില്ലെന്നതാണ്. അടുത്ത സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഉണ്ടായാൽ തന്നെയും സുഹൃത്ത് ബന്ധം ഒരിക്കലും മുറിയാൻ അനുവദിക്കരുത്. എല്ലാവരും കേട്ടല്ലോ കൂട്ടുകാരെ?